പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മയിൽ ഹൈവിഷൻ്റെ നാട്ടകം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നാട്ടുവഴികളിലൂടെയുള്ള യാത്രയിൽ നാട്ടകം ഇന്ന് നിങ്ങളുടെ കാഴ്ചയിലെത്തിക്കുന്നത് മയിൽ പഞ്ചായത്തിലെ മുല്ലക്കൊടി എന്ന സ്ഥലത്തെ ഒരു അപൂർവ വ്യക്തിത്വത്തെയാണ്. നന്മയും നല്ല പ്രവൃത്തികളുമൊക്കെ വായ്ത്താരികൾ മാത്രമായി കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് സ്വന്തം ജീവിതത്തിലൂടെ അത് പ്രവൃത്തി പഥത്തിലെത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ. അരങ്ങിലെ കയ്യടികളേക്കാൾ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അണിയറയിലെ പ്രവർത്തനങ്ങളിലാണ്. ഇത് ശ്രീ കെ ദാമോദരൻ, മുല്ലക്കൊടിക്കാരുടെ പ്രിയപ്പെട്ട പരിപാടി ദാമുവേട്ടൻ. വേതനം എന്ന ചിന്തയില്ലാതെ മറ്റുള്ളവരുടെ വേദന പരിഹരിക്കാൻ ഈ മനുഷ്യനിങ്ങനെ ഓടി നടക്കാൻ തുടങ്ങിയിട്ട് 57 വർഷത്തോളമായി. നാടിൻ്റെ എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. മറ്റുള്ളവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ സ്വന്തം ജീവിതം എങ്ങനെ എന്ന് ചോദിച്ചാൽ നിഷ്കളങ്കമായ ഒരു ചിരിയാണ് ദാമുവേട്ടൻ്റെ മറുപടി. സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടാത്ത, സ്വയം ജീവിക്കാൻ മറന്നുപോയ ഒരു വ്യക്തിക്ക് ഈ ഒരു ചിരിയല്ലാതെ മറ്റെന്താണ് പകരം നൽകാനാവുക, മറുപടിയായി നൽകാനാവുക? മനുഷ്യത്വവും നന്മയുമൊക്കെ കഥകളിലും കവിതകളിലും മാത്രം ഒതുങ്ങുന്ന ഈ ഭീതിതമായ സാഹചര്യത്തിൽ ദാമുവേട്ടനെ പോലുള്ള നിസ്വാർത്ഥ മനസ്സുകളാണ് നമ്മുടെയൊക്കെ ഒരു ധൈര്യം. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അദ്ദേഹത്തിന് ചേർത്തിക്കൊടുത്ത ആ ഒരു വിശേഷണമുണ്ടല്ലോ, പേരിന് മുൻപേ ചേർക്കുന്ന പരിപാടി എന്ന ആ വിശേഷണം, അതുതന്നെയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡും അംഗീകാരവും. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും പരിപാടി എന്ന ഒരു വാക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള അംഗീകാരവും അവാർഡുമായി മാറുന്നത്. നമ്മട്ടോ നമസ്കാരം. നമസ്കാരം. ഇരിക്കും. അതെ, നമ്മളെ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് മുല്ലക്കൊടിയിൽ നിന്ന് ദാമോട്ടൻ്റെ വീട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ, വണ്ടി നിർത്തി അവിടെ നിന്ന് ചോദിച്ചപ്പോൾ ആൾ ചോദിച്ചത് നമ്മുടെ പരിപാടി ദാമോട്ടൻ്റെ വീടാണോ എന്നോ. ഇങ്ങോട്ടാണ് ചോദിക്കുന്നത്. നമ്മുടെ ഈ പരിപാടി ദാമു എന്ന് അറിയപ്പെടുന്നത് ഇപ്പോൾ പലർക്കും ഇങ്ങനെയുള്ള ഈ പേരിൽ അറിയപ്പെടുമ്പോൾ മറ്റൊരു വിളിപ്പേരിൽ അറിയപ്പെടുന്നത് അത്ര താല്പര്യമുള്ള കേസായിരിക്കില്ല. അങ്ങോട്ട് ചോദിക്കുന്നതും ഇഷ്ടമല്ല. പക്ഷേ ദാമോട്ടനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് ഈ പരിപാടി എന്ന് ദാമു എന്ന് വിളിക്കുന്നത് ഒരു അഭിമാനത്തോടെ കേൾക്കുന്നതും ദാമോട്ടനെ അങ്ങനെ വിളിക്കുന്നതും ഒരു അഭിമാനമായി കരുതുന്നതുമാണ് ആളുകൾ. അപ്പോൾ ഇങ്ങനെ ഒരു വിളി പേര് വരാനുണ്ടായ ഒരു കാരണം കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഞാൻ ഈ പേര് വരാനുണ്ടായത് നമ്മളിവിടെ ഒരു കെ സി രാഘവൻ പേരുണ്ടായിരുന്നു. അങ്ങനെ കെ സി രാഘവൻ എന്നാണ് പരിപാടി എന്ന പേര് ആദ്യം എന്നെ വിളിച്ചത്. അതിനുശേഷം ഇപ്പോൾ എല്ലാവരും ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ പോയി കിടന്ന് പരിപാടി ഒരാൾ നമ്മുടെ അടുത്ത സുഹൃത്തിൻ്റെ പെങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു. ആളെയൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും ഞാൻ ഇടയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ വിളിച്ചു. അന്നേരം മക്കൾ ചോദിച്ചു, അമ്മയെ ആരാന്ന് മനസ്സിലായിനാ? തലയാട്ടിയപ്പോൾ എന്നാലും കുട്ടികൾ ചോദിച്ചുകൊണ്ടിരുന്നു ആരാന്ന് മനസ്സിലായിനാ, പറയിപ്പിക്കാൻ വേണ്ടി. അന്നേരം ആ ആളെ പോലും തിരിച്ചറിയാൻ കഴിയാതെ, മക്കളെ പോലും തിരിച്ചറിയാൻ കഴിയാതെ എന്നെ പറയുന്നത് ആളെ മനസ്സിലായി പരിപാടിയല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങ് ഉറപ്പിച്ചു, എല്ലാവരും ഇങ്ങനെ ഉറപ്പിച്ചു. അപ്പോൾ പിന്നെ കുട്ടികളെല്ലാവരും പാടുന്ന എല്ലാവരും ചിരിയും കാര്യം, കാരണം എല്ലാവരും മക്കളെ പോലും തിരിച്ചറിയും. അങ്ങനെ എല്ലാവരും ചെറിയ കുട്ടികൾ മുതൽ വിളിക്കാൻ തുടങ്ങി. ഈ ദാമോദരനെ സംബന്ധിച്ചിട്ട് ഇപ്പം എപ്പോഴും പരിപാടിയാണ്. പരിപാടി എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ സമ്മേളനം അങ്ങനെ പരിപാടികളല്ല. ഈ സാന്ത്വന പരിചരണ രംഗത്താണ് ദാമോദരൻ്റെ പരിപാടികൾ മുഴുവൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ വീണു എന്ന് പറഞ്ഞാൽ ദാമോദരൻ ഇത് മൈക്ക് ഒഴിച്ച് വെച്ചിട്ട് ഉടനെ ഓടും. ദാമോദരനെ സംബന്ധിച്ചിട്ട് അതാണ് പ്രധാന കാര്യം. അപ്പോൾ ഈ ആള് ഇപ്പോൾ പറയുന്നത് എവിടെ എന്ത് സഹായം ആളുകൾക്ക് വേണമെങ്കിലും ദാമോദരൻ അവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു രോഗിയെ ആശുപത്രി കൊണ്ടുപോകാൻ എന്ന് മാത്രമല്ല, ആ രോഗിക്ക് കൂട്ടിരിക്കാൻ ആരുമില്ലെങ്കിൽ ദാമോദരൻ അവിടെ കൂട്ടിരിക്കും, എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇപ്പോൾ ഈ സാന്ത്വന പരിപാലന സംഘടന ഇതൊക്കെ ഇപ്പോഴുണ്ട്. പക്ഷെ ദാമോദരൻ ഇപ്പോഴും നല്ല ഇത് തുടങ്ങിയത്. ദാമോദരൻ ഒരു വ്യക്തി എന്നുള്ള രീതിയിലും മുൻപേ തുടങ്ങിയതല്ലേ. അപ്പോൾ ഈ ഇത് വന്നത് എങ്ങനെയാണ്? ഞാൻ ഈ കോൺട്രാക്റ്റുകാരുടെ കീഴിൽ കണ്ണൂർ പണിയെടുക്കാനുണ്ടായിരുന്നു. കണ്ണൂർ നാരായണൻ നായർ, കർണാടകത്തിലുള്ള ഒരു നാരായണൻ നായരെ ഈ കീഴിലായിരുന്നു പണിയെടുക്കുന്നത് വർഷങ്ങൾക്ക് 1968 ഫസ്റ്റിൽ. ഞാൻ 1970 പാർട്ടി മെമ്പർഷിപ്പിൽ വന്നു. പാർട്ടി മെമ്പർഷിപ്പിൽ വന്നപ്പോൾ പാർട്ടി ഗോപാലൻ സഹാബിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു.
ആ ക്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇപ്പോൾ നെഞ്ചിലേറ്റ് നടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കാരണം വെച്ചാൽ അന്ന് വലിയൊരു മേഖലയിൽ 2-3 മെമ്പർമാരാണ് ഉണ്ടാകുക. ആ 3 മെമ്പർമാർ എന്ന് പറഞ്ഞാൽ അവർ പാഠ്യം പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ എന്ത് നടക്കുക, ഒരു കല്യാണമായാലും മരണമായാലും അപകടം നടന്നാലോ എന്ത് നടന്നാലും അവിടെ ഈ 2 ഓടിയെത്തി അവരെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പങ്കെടുക്കുന്ന ആരെങ്കിലും ഒരാൾ ചോദിക്കും അവരേതാണ്, നിങ്ങൾ പണി കണ്ട ചോദിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതെ, നിങ്ങൾ കണ്ട ചോദിക്കാതിരിക്കാൻ കഴിയില്ലെന്ന്. അപ്പോൾ അത് ആ പറച്ചിൽ എത്ര ഇത് ഫലപ്രദമെന്ന് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ KSTN സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭക്ഷണ കമ്മിറ്റിൻ്റെ ഒരാളായിരുന്നു ഞാൻ കണ്ണൂർ. ഇത് മാനാർ അക്കാദമിയിൽ ഞാൻ ഫുള്ളായിട്ട് ആദ്യം മുതൽ അവസാനം തീരുന്നത് വരെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഓരോ ജില്ലയ്ക്ക് നിന്നെല്ലാം വരുന്ന മാഷന്മാർ വന്നിട്ട് സാറ് എവിടുന്നാ പിരിഞ്ഞത് എന്തൊക്കെയാണെന്നാലും ചോദിക്കും. ഞാൻ പറഞ്ഞു ഞാൻ പിരിയിലില്ല എന്നാണ് പറഞ്ഞത്, ഞാൻ പിരിയിലില്ല. അപ്പോൾ അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളെ ഞങ്ങൾ വന്നേരേ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ വന്നേരേ അറിയുന്നില്ല, ഒരു അറിയാതെ എവിടെയോ പത്തനംതിട്ട, കൊല്ലം അങ്ങനെയുള്ള വീട്ടിലുള്ള മലപ്പുറം ജില്ല അങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് ഇത് എന്നോട് പറയും നിങ്ങളുടെ പ്രവർത്തനം കണ്ടിട്ട് ഞാൻ നിങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ നോക്കി കാണുന്നുണ്ട്, നിങ്ങളെ നേരെ നമ്മൾ അതുകൊണ്ടാണ് ഒന്ന് ചോദിച്ച് അവർ സെൽഫി എടുക്കാനും ഒക്കെ. അതിന് വളരെ ഞാൻ പറയാൻ കാരണം അന്ന് പാഠ്യം പറഞ്ഞ ആ ഒരു വാക്യം എത്ര അർത്ഥവത്താണെന്നുള്ളതാണ് ഞാൻ അവിടെ പറയാൻ. ജനങ്ങളുടെ ഇടയിൽ ഇതുപോലെ സഹായം ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കുമെന്നും ആളുകൾ ആരാണ് പിന്നെ ഒരല്പം കടന്ന് ഏത് ഇതിലാണ് എന്നൊക്കെ ചോദിക്കുന്ന തരത്തേക്ക് വരും. അപ്പൊ ഈ നാട്ടിൽ ഇപ്പൊ അന്ന് പറഞ്ഞു 68 അവിടെ നിന്ന് വന്നു, പിന്നെ ഈ പാഠ്യത്തിന്റെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്ന് പിന്നെ വന്ന് മുല്ലക്കുടിയാണ് സെറ്റിൽ ആയത്. യഥാർത്ഥ സ്ഥലം ഇവിടെ തന്നെയാണ്, മുല്ലക്കുടി പുഴക്കരക്കുള്ള ഈ സ്ഥലം. ഈ നാട്ടിലിപ്പോ എന്തിനും ആള് പിന്നെ ആദ്യം ആശ്രയിക്കുന്നത് ദാമോട്ടനാണ്. എന്ന് വെച്ചാൽ ഒരാളൊന്ന് വീണു, ആശുപത്രിയിൽ കൊണ്ടുപോകണം. ആശുപത്രിയിൽ കൊണ്ടുപോയാൽ അവർക്ക് കൂട്ടിരിക്കാൻ ആളില്ലെങ്കിൽ ഒന്ന് ഇരിക്കുമോ എന്നൊന്നും പണ്ടാരും ചോദിക്കാറില്ല. ഇപ്പോൾ കൊണ്ടുപോകാൻ ഒരു സഹായം ആവശ്യപ്പെടുമെന്നല്ലാതെ 2 ദിവസം കൂടി ഇരിക്കുമോ എന്നൊന്നും ആരും ചോദിക്കാറില്ല. പക്ഷേ ദാമോദരനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇപ്പോൾ ഈ കണ്ണൂർ ജില്ലയിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ദാമോദരൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഭാഗത്തു നിന്ന് അധികവും പോകുന്നത് മംഗലാപുരം ആശുപത്രികളിലാണല്ലോ. മംഗലാപുരം പോകാമെന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഷയാണ്, ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ദാമോദരനെ സംബന്ധിച്ചിട്ട് ഈ മുല്ലക്കുടി പോലെയാണ് ഇപ്പോൾ മംഗലാപുരത്തെ ആശുപത്രിയും പരിസരങ്ങളും ഒക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ആ ഒരു പ്രവർത്തനം? ഇതെങ്ങനെയാണ് ആളുകൾ ഇങ്ങോട്ട് അറിഞ്ഞിട്ട് ഇപ്പം പോകുന്നുണ്ട്, ആളുകൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുകയാണോ ചെയ്യാം? ഞാൻ കണ്ണൂർ പിന്നെ അന്ന് മണിപ്പാലാണ് ഏറ്റവും കൂടുതൽ, മംഗലാപുരം കാണിക്കലില്ല. മംഗലാപുരം വെൻലോക്ക് ഹോസ്പിറ്റൽ, അവിടെ ജില്ലാ ഹോസ്പിറ്റൽ വെൻലോക്ക് ഹോസ്പിറ്റലാണ്, അവിടെയാണ് മറ്റൊരു കേന്ദ്രം. ശരിക്ക് മണിപ്പാലിലാണ് എല്ലാവരും പോകുന്നത്. മണിപ്പാലിലെ ഒരു മെച്ചം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫസറെ കാണേണ്ട ഒരാൾ അവിടെ പ്രൊഫസറെ കണ്ടാലേ ഇറങ്ങുള്ളൂ. 2 രൂപ പ്രവേശന ഫീസുള്ള സമയത്ത്, രജിസ്ട്രേഷൻ ഫീസ് 2 രൂപയുള്ള സമയത്ത് ഞാൻ അവിടെ ആളെ കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ പ്രൊഫസറെ കാണിക്കില്ല, പ്രൊഫസറെ കണ്ടാലേ ആ 2 രൂപ രജിസ്ട്രേഷൻ കഴിഞ്ഞാലും ആ പ്രൊഫസറെ കണ്ടാലേ പുറത്തിറങ്ങുള്ളൂ. കാരണം രോഗനിർണയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെയാണ്. കാരണം നമ്മളെന്താണെന്ന് വെച്ചാൽ കണ്ണൂരൊക്കെ എത്ര വേഗത്തിലാണ് എത്ര ആളുകളെയാണ് എത്രയും കൂടുതൽ നോക്കാൻ കഴിയുക എന്നതാണ് നമ്മുടെ കണ്ണൂരിൻ്റെ ഒരവസ്ഥ. അതേസരം മണിപ്പാലിൽ പോലും നമ്മളെ ഹിസ്റ്ററി കംപ്ലീറ്റ് ചോദിക്കലാണ്. എന്നോട് അവിടുത്തെ പ്രൊഫസറൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞാൽ 50% രോഗം നിർണ്ണയിക്കാൻ കഴിയുന്നതാണ് അവിടുത്തെ ന്യൂറോൻ്റെ പ്രൊഫസർ റാവു സാർ പറഞ്ഞതാണ് അന്ന് എന്നോട്. അത് വളരെ ശരിയാണെങ്കിൽ അനുഭവത്തിൽ ഒരുപാട് തെളിയുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ മണിപ്പാലിൽ അന്നേരം ഒരു ആഴ്ചക്ക് 3-4 ഞാൻ എന്നോട് പലയാളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സീസൺ ടിക്കറ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. 3-4 തവണ ഒരു ആഴ്ചക്ക് തന്നെ രോഗികളെ കൊണ്ടുപോകും. ഡ്യൂട്ടിയിൽ പോയിട്ടുണ്ട്. ആരെങ്കിലും നിൽക്കാൻ ആളില്ലെങ്കിൽ അവിടെ നിന്നിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് ഈ മംഗലാപുരത്തെ ഇപ്പോൾ ഒരാൾ ഒരു അസുഖം വന്നു മംഗലാപുരത്തെ ഏത് ആശുപത്രിയിൽ പോകണമെന്ന് ചോദിച്ചാൽ ദാമോദരൻ അപ്പോൾ പറഞ്ഞു കൊടുക്കും, ഇന്ന ഡോക്ടർ ഇന്ന നല്ലത്, ഇന്ന സ്ഥലത്താണെന്നുള്ളത്. ഇനി അവർക്ക് എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്തതാണെങ്കിൽ ദാമോദരന് പോകേണ്ടി വരും. അതെ, നാളെ പോകും. അവിടെ ഞാൻ അവരെ വരണമെന്ന് പറഞ്ഞാൽ വരും. പിന്നെന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സ്വഭാവം മുമ്പേ ഉള്ളത്, ഒരാളെയും കൂട്ടി പോകുമ്പോൾ അവർ ഇന്നൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ അവിടെയും ഞാൻ പോകുള്ളൂ. ഇപ്പം ഇന്ത്യാനിലാണ് പോകേണ്ടത്,
എന്ന് പറഞ്ഞാൽ ഇന്ത്യാനിയിലേ പോകുള്ളൂ, മറ്റേ ഡോക്ടർ നല്ലതാണെന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകില്ല. അതേസരം ദാമോട്ടൻ്റെ ഇഷ്ടത്തിന് എവിടെയാന്ന് നിങ്ങൾ വെച്ചോ ദാമോട്ടറാന്ന് പറഞ്ഞാൽ അന്നേരം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോകും. ദാമോട്ടൻ ഇപ്പം പലരെയും ഇപ്പം സഹായം ആവശ്യപ്പെടുന്നുണ്ടല്ലോ ദാമോട്ടൻ. ഈ പരിചയമുള്ളവർ മാത്രമാണോ ആവശ്യപ്പെടുന്നത്, അല്ല ഒരു പരിചയമില്ലാത്തവർ ഒന്നിച്ചും ഇതുപോലെ പോകേണ്ടി വന്നിട്ടുണ്ടോ? ഓ, ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഒരു പരിചയമില്ലാതെ ആളെ ഇവിടെ പോയിട്ടുണ്ട്. എന്ത് കണ്ണൂർ AKG ഹോസ്പിറ്റലിൽ നിന്നെല്ലാം അവരെ കൂടെ പോകാൻ ആളെ ഞാൻ ഓടിക്കയറിയിട്ട് അവരെ കൂടെ പോകും. അവരെ ആശുപത്രിയിൽ നിന്ന് മറ്റു സ്ഥലത്തേക്ക് മണിപ്പാലിലേക്കൊക്കെ അവിടുന്ന് നേരെ പോയിട്ടുണ്ട്. ആളുകൾ പല വിധമാണല്ലോ, ഒരുപാട് ആളുകളുടെ കൂടെ ദാമോട്ടൻ ഇതുപോലെ പോയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഈ ആളുകൾ ഈ ഒരു സഹായം ചെയ്യാനുള്ള മനസ്ഥിതിനെ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരാൾ കൂട്ടിപ്പോയി, പലരും അവർക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഒന്ന് ആശുപത്രിയിൽ നിൽക്കാൻ പറഞ്ഞു, പക്ഷെ അങ്ങനെ പറ്റുന്നവരും ഇദ്ദേഹം എന്തായാലും പറഞ്ഞാൽ നിൽക്കുമല്ലോ എന്ന രീതിയിലുള്ള അനുഭവങ്ങൾ പേരൊന്നും പറയണ്ട, അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും? അത് വെച്ചാല് നമ്മള് പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെ ഇപ്പോൾ മംഗളാപുരം പോയപ്പോൾ തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു ഇതുമില്ല, അന്ന് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു പിറ്റേന്ന് നിങ്ങൾ ഞാൻ പിറ്റേന്ന് ആളെ അറിഞ്ഞേക്കും എന്ന് പറഞ്ഞിട്ട് തിരിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് പറ്റും. എന്നാലും ഒരാളെ കിട്ടിയത് കൊണ്ട് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചില ആള് അല്ല നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ പോടും എന്ന് പറയുന്ന ആളുണ്ട്. ദാമോട്ടാ, ഈ ആശുപത്രിയായി ബന്ധപ്പെട്ടിട്ട കാര്യങ്ങളാണല്ലോ കൂടുതലായി. ഈ കൊണ്ടുപോകുന്ന വഴിക്ക് ആരെങ്കിലും മരിച്ച അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഈ സ്പോട്ടിൽ തന്നെ അപകടം ഒക്കെ നടന്നാൽ ഇടപെടുന്നുണ്ടല്ലോ, ആ സമയത്ത് ആളുകൾ മരിച്ചിട്ടുണ്ടായ അനുഭവങ്ങൾ, അങ്ങനെ എന്തെങ്കിലും വളരെ ടച്ചിങ് ആയ എന്തെങ്കിലും? ഇപ്പോൾ നമ്മളെ ഒരു മച്ചിനും പാവനൂരിന് എറ്റാട് എടുത്ത് കളിച്ചിന് വെച്ചിട്ട് അന്ന് ഞാൻ ഇവർക്ക് പാവനൂർ പോയതാ. അതറിഞ്ഞ ഉടനെ ബാലവാടി കുന്ന് കയറുന്നത് പോയി ഞാൻ എടുത്തിന്. അപ്പോൾ കത്തിങ്ങനെ മുറിഞ്ഞിട്ടാണ് അത്. ഞാൻ അതിൽ കയറി ഞങ്ങൾ എങ്ങനെയല്ലോ മയിലെത്തി, മയിൽ നിന്നാണ് ഒരു ജീപ്പ് ഓടിച്ചിട്ട് കണ്ണൂരേക്ക് കൊണ്ടുപോകുന്നു. കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കൊണ്ടുപോകുമ്പോൾ എൻ്റെ മടിയിൽ നിന്നാണ് ഇത് കാട്ടാമ്പള്ളി പാലത്തിൻ്റെ ദിവസമൊന്നും എൻ്റെ മടിയിൽ നിന്നാണ് മരിച്ചത്. എന്നുവെച്ചാൽ അത് ഇത് തുറന്നു വരും. ഞാനപ്പാടനെ ഒരാളെ കിടന്ന് തോർത്ത് വാങ്ങിയിട്ട് അത് മുടി കെട്ടിനായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ വായു കിടന്നുകൊണ്ടാണ് പെട്ടെന്ന് മരിക്കാൻ കാരണം. അപ്പോൾ ഇങ്ങനെ ഈ നമ്മളെ ഒരു വല്ലാതെ മനസ്സിനെ മതിക്കുന്ന ചില സീനുകൾ കാണുമല്ലോ ഇങ്ങനെയുള്ള. അങ്ങനത്തെ സമയത്ത് എപ്പോഴെങ്കിലും ചെറിയ ആൾ ചോര കാണുമ്പോൾ തന്നെ ബോധം കിട്ടുമോ? അപ്പോൾ ഇങ്ങനെ വളരെ ഇതായിട്ടുള്ളതെല്ലാം കാണുമ്പോൾ എപ്പോഴെങ്കിലും ഈ മനസ്സാന്നിധ്യം ഇതായി പോയിട്ടുണ്ട്? അതായത് ഒരു ക്ഷീണമാവോ, അല്ല ഇത് കഴിയല്ല എന്നുള്ള തോന്നലോ എന്തെങ്കിലും? ഊർജ്ജം കൂടിയിട്ടേ ഉള്ളൂ. ഊർജ്ജം കൂടിയിട്ടുള്ളൂ. ഏത് ഇത് വന്നാലും അവർ ഇത് എടുക്കാൻ എനിക്ക് എന്തോ അറിയില്ല, ഒരു ഇത് ഞാനിപ്പോൾ പാലം പൊട്ടി വീണ് മരിച്ചപ്പോൾ ഞാൻ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഈ മുല്ലക്കുടി വയലിൽ ഒരാൾ മരിച്ചു ആ സമയത്തുണ്ടായിരുന്നു ഇവിടെ. ആടെ ഞാൻ എൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ അവർ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുമ്പം ഈ തൂണ് പൊട്ടുമ്പോൾ ഞാൻ പറഞ്ഞു തൊടാൻ ഇനി ഇടാൻ പറ്റില്ല, നിർത്തുമെന്ന് പറയുമ്പം ഈ മരിച്ച ആളാന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല നിർത്തണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പം തന്നെ പൊട്ടിയിരുന്നു. ഇവൻ ഓടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ തൂണിൻ്റെ ഇടയ്ക്ക് കൂടെ ഓടിയിട്ട് പുറത്തേക്ക് ഒരു അടി മാത്രമേ പുറത്തേക്ക് വരാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുന്നു. പക്ഷേ എങ്ങനെയും നമുക്കായില്ല. അപ്പാട് ഞാൻ ഇറങ്ങി തോട്ടിലിറങ്ങി ഞാൻ രക്ഷാപ്രവർത്തനമൊക്കെ ചെയ്തതിന് ഒരു രക്ഷയില്ല. 2 കാര്യത്തിലാണ് എനിക്ക്, ഒന്ന് സമ്പാദ്യവും അതുപോലെ തന്നെ വിദ്യാഭ്യാസം, രണ്ടും എനിക്കില്ല. പക്ഷേ സമ്പാദ്യം പൈസയാണ്, അതെ മറ്റൊരു സമ്പാദ്യം ഉണ്ട്, അതിൻ്റെ ഞാൻ പറയാം. അപ്പോൾ ഈ 2 കാര്യത്തിലും ആണ് ഞാൻ ഏറ്റവും പരാജയം. പക്ഷെ ഇന്ന് വരെ അതിൻ്റെ പേരിൽ ഞാൻ എവിടെയും ഒരു ഇതിൽ ഈ ബാംഗ്ലൂർ നിമാൻസിലൊക്കെ ഭാഷ അറിയാതെ ഞാൻ അവിടെ പോയിട്ട് ഞാൻ ആദ്യത്തെ ട്രെയിനിന് തന്നെ അഡ്മിഷൻ ഡേറ്റ് അടക്കം വാങ്ങിയിട്ട്. അതെ രാമേട്ടൻ പറഞ്ഞ ഈ സമ്പാദ്യം എന്ന് പറയുന്നത് പൈസയുടെ മാത്രമല്ല ഇന്നത്തെ. അതുപോലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അക്കാദമിക വിദ്യാഭ്യാസം മാത്രമല്ല, അതുള്ള ഒരാൾക്ക് ദാമോട്ടൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റണമെന്നില്ല. മനസ്സിന്റെ ഒരു തോന്നലില്ലേ, അതാണല്ലോ ഏറ്റവും വലിയ എന്ത് പരിപാടി ഉണ്ടായാലും അവിടെ ഓടിയെത്തുന്നുള്ളതാണ്. ഈ സാംസ്കാരിക രംഗത്ത് കലാപരമായ കലാരംഗത്ത് മുല്ലക്കുടി തന്നെ ദാമോട്ടൻ്റെ വീടിൻ്റെ അടുത്ത് വായനശാലയുണ്ട്. ഈ ഒരു രംഗത്ത് എങ്ങനെയാണ് ഇടപെടലുകൾ? ആ രംഗത്ത് പൂർണ്ണമായും മറ്റുള്ള അണിയറ പ്രവർത്തനങ്ങളിൽ മുഴുവനായിട്ടും
നമ്മളുണ്ടാവും. എല്ലാ പ്രവർത്തനങ്ങളും നാടകം അഭിനയിച്ചിട്ടില്ല, ഒന്നിനും അഭിനയിച്ചിട്ടില്ല. പക്ഷേ അണിയറ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ടും നമ്മളുണ്ടാവും എല്ലാ ഇതിനും. അത് ഒരു പോയിന്റ് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, ദാമോട്ടൻ പറഞ്ഞതേ ഇതുവരെ അഭിനയിച്ചിട്ടില്ല എന്നാണ്. അതാണ് ദാമോട്ടന് അഭിനയം എന്ന് പറയുന്നത് ഇല്ല, ജീവിതം തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ചെയ്യുന്നതെല്ലാം ഒരു അഭിനയം അല്ല. ദാമോട്ടന് ഒരു നാച്ചുറലായിട്ട് ദാമോട്ടന് തോന്നുന്ന സംഗതികൾ ഇങ്ങനെ ഇടപെട്ട് ചെയ്യുന്നതാണ്. ഈ സാംസ്കാരിക പരിപാടികളിലും അതിൻ്റെ അണിയറ പ്രവർത്തനത്തിലാണ് മുൻനിരയിൽ എന്ന് വെച്ചിട്ട് മുൻനിരയിലുണ്ടാവും, ഇതെല്ലാം ഒരുക്കി കൊടുക്കാനുണ്ടാവും, ബാക്കി അവർ ചെയ്തോളാം. സ്റ്റേജ് കെട്ടാനും മറ്റുള്ള എല്ലാ ഒരു ഒരുക്കങ്ങൾ എല്ലാ പ്രവർത്തനവും നമ്മൾ തന്നെ ചെയ്യും. വളരെ ഇതായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ വായനശാലേൻ്റെ കലാസമിതിൻ്റെ കർട്ടൻ സെറ്റും ഉണ്ട്. ആ കർട്ടൻ സെറ്റ് കൊണ്ട് ഒരു കാലത്ത് പൂർണ്ണമായി ഞാൻ തന്നെ പോകാം. ഇപ്പോഴും അതിന് സമയം കിട്ടുന്നുണ്ടാവില്ല അല്ലേ? ഇപ്പം മറ്റ് ഇതിലേക്ക് ആയതുകൊണ്ട് റെഡിമെയ്ഡ് സാധനം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല ഈ ആശുപത്രിയായി ബന്ധപ്പെട്ടതാണല്ലോ ഇപ്പം കൂടുതൽ പ്രവർത്തനങ്ങൾ. എന്നാലും ഞാൻ ഈ സമയം കിട്ടുമ്പോൾ പോകും. അതൊക്കെ ഇപ്പം നമ്മളിപ്പോൾ നാടകോത്സവം നടന്നു മുല്ലക്കുടി CRCൻ്റെ, അതിൻ്റെ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. CRC മുല്ലക്കുടി CRCൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ അതിന് മുന്നേ ഈ നാടകോത്സവം, അതുപോലെ തന്നെ കമ്പോലി മത്സരം, അങ്ങനെ എന്ത് ഉണ്ടെങ്കിലും വളരെ പഴയ കാലത്ത് നമ്മളെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കലാജാഥയൊക്കെ നേരെ നമ്മൾ അതിൻ്റെ എല്ലാം ഏറ്റവും മുൻപന്തിയിൽ നമ്മൾ സംഘാടകനാണ്, പൂർണ്ണമായും സംഘാടകനാണ്. ഒരു കാര്യം കൂടി നമ്മുടെ ഈ സാന്ത്വന ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഒരുപാട് രോഗികളെ ഇതുപോലെ കൊണ്ടുപോയി ഒരുപാട് ഡോക്ടർമാരുമായിട്ട് ബന്ധമുണ്ടായി, ആശുപത്രികളിൽ ഈ രോഗികളെ കൂടെ കടന്നു. അപ്പോൾ പെട്ടെന്ന് ഈ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുന്നേ ആ സ്ഥലത്ത് വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി എല്ലാം ഉള്ള ഒരു ധാരണ, ഒരു പ്രഥമ ശുശ്രൂഷ നൽകേണ്ടതിനെ പറ്റിയുള്ള ഒരു ധാരണ അങ്ങനെ വന്നിട്ടുണ്ടോ? അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ചെയ്യാറുണ്ടോ? ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. പോകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ, ആംബുലൻസിലൊക്കെ പോകുമ്പോൾ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മൾ മറ്റു തരത്തിലേക്ക് ചെയ്യുമ്പോൾ അത് ഇവർ ചെയ്തിട്ടാണ് എന്ന് നാളെ മറ്റു ബന്ധുക്കൾ പറയും. പറയരുത്. അതിനു വേണ്ടി അവരെ അതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സഹായിക്കും. എല്ലാ സഹായങ്ങളും ചെയ്യുന്നില്ലാണ്ട് മറ്റു നേരിട്ടിട്ട് നമ്മൾ ചെയ്താൽ അത് ഓൻ ചെയ്തിട്ടാണ് എന്ന് പറയിപ്പിക്കരുത് എന്നൊരു ആശയം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ എഴുതിയില്ല. ഇപ്പം നമ്മൾ വേറൊരു കാര്യം, ഇപ്പം എനിക്ക് ഏറ്റവും വലിയ ഇത് നമ്മളൊരു ഇവിടെ പ്രാന്തം കുറുക്കം കടിച്ചിട്ട് നമ്മളൊരു ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അനുജൻ മണിപ്പാലിൽ കൊണ്ടുപോയിരുന്നു. ഞാനാണ് അവൻ്റെ അച്ഛൻ രാവിലെ വീട്ടിൽ വന്നിട്ട് എന്നെയും കൂട്ടിയിട്ട് നേരെ മണിപ്പാലിലേക്ക് പോയിരുന്നു. പക്ഷേ ആ മണിപ്പാലിൽ പോയപ്പോൾ അവരെ രോഗം അന്ന് ഈ വയലൻ്റ് രോഗമാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അപൂർവം ആളുകൾക്ക് അന്ന് നാട് വരുമ്പോൾ ക്ഷയിച്ചു പോകുന്ന ഒരു രോഗം ഈ ഭ്രാന്തം കുറുക്കം കടിച്ചാൽ അപൂർവത്തിൽ 10,000-ൽ. ഇപ്പം അവിടുത്തെ ഡോക്ടർ സാർ തന്നെ പറഞ്ഞത് ഇത് എൻ്റെ സർവീസിനിടയ്ക്ക് രണ്ടാമത്തെ ആളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവനെ കുട്ടിയപ്പോൾ അന്ന് ഞങ്ങൾ പോയി അഡ്മിറ്റ് ചെയ്ത് ഞങ്ങൾ ഇത് MRI എടുക്കണമെന്ന് പറഞ്ഞു. MRI എടുക്കാൻ പോയപ്പോൾ ഡോക്ടർ ഇത് വന്നില്ല. ഞാൻ രണ്ടാമതും ശിശുവായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു ഫയൽ എഴുതിയിട്ടില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞ രാജാണ് മണിപ്പല്ലേ, അയാളെ ഞാൻ തന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ തയ്യാറായിട്ടുള്ളൂ സാറ് ഫയൽ എഴുതിയിട്ടില്ല എന്നൊന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആളെ പറഞ്ഞയച്ച് ചെയ്തപ്പോൾ അസിസ്റ്റൻ്റ് ഡോക്ടറും ഈ എടുക്കുന്നവരും പറഞ്ഞു വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇന്ന് രാത്രി 2 മണിക്ക് ഞങ്ങൾ തിരിച്ച് രാത്രി ഇങ്ങോട്ടേക്ക് വണ്ടിക്ക് തിരിച്ചു വന്നു. അതിൻ്റെ ഏട്ടനും എല്ലാം അവിടെ നിന്നു. അപ്പോൾ പിറ്റേന്ന് കഴിഞ്ഞ് ചൊവ്വാഴ്ച ഞാൻ വീണ്ടും പോകുന്നു, വെള്ളിയാഴ്ചയാണ് പോകുന്നത്. ശനിയാഴ്ച ഡോക്ടർ വന്നേരം എനിക്ക് നേരിട്ട് കാണണം, MRI നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. ആ MRI നേരിട്ട് കാണണം എന്ന് പറഞ്ഞപ്പോൾ അത് ഡോക്ടർ പറഞ്ഞാലോ, പക്ഷേ ആ ഡോക്ടറെ സർജറി വീണ്ടും പെടുത്താൻ അവിടെ നിൽക്കുന്നവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അന്ന് നോക്കാൻ പറ്റില്ല. പിറ്റേന്ന് ഞായറാഴ്ച നോക്കിയില്ല. തിങ്കളാഴ്ച വന്നിട്ട് MRI നോക്കുമ്പോഴാണ് ഈ അസുഖമാണ് എന്ന് ഡോക്ടർക്ക് മനസ്സിലാകും. ഇന്നലെ ദിവസമാണ് ആകെ പ്രശ്നമായത്. അപ്പോൾ ചൊവ്വാഴ്ച ഞാൻ വീണ്ടും പോയപ്പോൾ ഡോക്ടറെ വിളിപ്പിച്ചു. ഞാനും എൻ്റെ ഏട്ടനും അവിടെ പോയി ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ എൻ്റെ മുന്നിൽ ഇരുന്നിട്ട് തലക്ക് കഴിച്ചിട്ടാണ് പറഞ്ഞത്. കാരണം ഒന്ന് ഇത് ചികിത്സ കിട്ടാൻ 2 ദിവസം വൈകി. ഇത് അപൂർവമാണ്. എൻ്റെ സർവീസിനിടയിൽ 2 കേസ്, രണ്ടാമത്തെ കേസായി വീണു. കാരണം അത് നമ്മളൊരു രോഗീൻ്റെ അടുത്ത് രോഗിനെയും കൊണ്ട് നിൽക്കുന്നവർക്ക് ഒരു ഏറ്റവും പ്രധാനം, നമ്മൾ
അപ്പോൾ ഞാനെല്ലാം മനസ്സിലാക്കി ഒരു ഉദ്യോഗസ്ഥൻ പോയാൽ അവർക്ക് ഡോക്ടറോട് പറയാൻ പ്രയാസമുണ്ട്. അവർ പറഞ്ഞത് കേട്ടിട്ട് അവിടെ നിൽക്കുകയുള്ളൂ. എൻ്റെ ഒരു അനുഭവത്തിൽ ഞങ്ങൾക്ക് ഡോക്ടറോട് എപ്പോൾ പോയിട്ട് പറഞ്ഞുകൊണ്ട് ഏത് സമയത്ത് പോയിട്ട് പറയാം. അതിന് എനിക്കൊരു പ്രയാസം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അത് എനിക്കൊരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. എനിക്കല്ല, എൻ്റെ രോഗിക്ക്, ഞാൻ കൊണ്ടുപോകുന്ന രോഗിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അതാണ് വേണ്ടത്. ഒരു രോഗീൻ്റെ കൂടെ നിൽക്കുന്നവർ ശരിക്ക് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പി ബാലേട്ടൻ്റെ ഒരു എൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരം പോയിട്ട് ചിത്രയിൽ പോയി ചെയ്യുന്ന സമയത്ത് അവിടെ കയറാനെല്ലാം വലിയ പ്രയാസമാണ്. പക്ഷേ എനിക്ക് എല്ലാ സമയത്തും കയറാനുള്ള ഒരു ഇതുണ്ട്, കയറും. അപ്പോൾ ഓരോരാളും 6 മണിക്കൂർ എൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുള്ളൂ, മൂത്രമൊഴിക്കാൻ അടക്കം പറ്റില്ല. അപ്പോൾ ഓരോരാളും ഇങ്ങനെ പറയും. അപ്പോൾ ആ സമയത്ത് എൻ്റെ ബാലേട്ടൻ കിടന്നതിൻ്റെ 3ാമത്തെ റോയിലുള്ള ഒരു കുട്ടിക്ക് ഒരു 10-12 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് ശ്വാസം കിട്ടാതെ ഞാനൊരു നോക്കുമ്പോൾ ശ്വാസം കിട്ടും. ഞാൻ പോയി കുട്ടീൻ്റെ അച്ഛനോട് ചോദിച്ചു എന്താ അതങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ടും കുട്ടിയോട് ചോദിച്ചാരാന്ന് കുട്ടിക്ക് സംസാരിക്കാൻ വരെ കഴിയാതെ ഒരവസ്ഥ വരുന്നുണ്ട്. ഞാൻ അപ്പാടിനെ ശിക്ഷ എടുത്ത് പോയിട്ട് പറഞ്ഞു, ശിക്ഷ ആ രോഗിക്ക് ഇങ്ങനെ വളരെ പ്രയാസമുണ്ട്. ശിക്ഷ എന്നോട് പറഞ്ഞത് ഓൾറൗണ്ട് ആവേണ്ട ഞങ്ങളുണ്ട് തന്നു. പക്ഷേ ആ സ്പോട്ടിൽ കണ്ണൂരാന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുള്ളൂ. ആ സ്പോട്ടിൽ ശിക്ഷ വന്നപ്പോൾ ഡോക്ടറെ വിളിക്കലും ഒന്നും പറയണ്ട, ഈ ഓക്സിജൻ കൊടുക്കേണ്ട ഇതെല്ലാം കൈവന്ന് തീർച്ചു കൊണ്ടു വരും. അപ്പോൾ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ദാമോട്ടൻ ഒരു രോഗിയെയും കൊണ്ട് ആശുപത്രിയിൽ പോയാൽ ആ ഒരു വാർഡിലാണ് ഉള്ളതെങ്കിൽ ആ വാർഡിലുള്ള എല്ലാ രോഗികളെക്കുറിച്ചുമുള്ള ഒരു ശ്രദ്ധ ദാമോട്ടനുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ആ കുട്ടിയുടെ കേസ് പറഞ്ഞത്. ഇപ്പോൾ ഈ വളരെ ക്രിട്ടിക്കലായ രീതിയിൽ ആളുകളെ കൊണ്ടുപോകില്ല. അവർക്കിത് ആരാ നമ്മുടെ ആശുപത്രിയിൽ എത്തിക്കുന്നത് എന്നൊന്നും അറിയില്ല. വീട്ടുകാർ ചെയ്യുന്ന കാര്യങ്ങൾ പോലും അറിയില്ല. അവരൊക്കെ സുഖമായി വന്നതിന് ശേഷം ഈ രോഗം വന്ന ആൾ ആരെങ്കിലും ദാമോട്ടനെ എപ്പോഴെങ്കിലും വിളിച്ചിട്ട് ദാമോട്ടൻ നിങ്ങളൊന്ന് വന്നിങ്ങനെയൊക്കെ ചെയ്തു അല്ലേ, വളരെ താങ്ക്സ് എന്നൊക്കെ ആ അസുഖം ഭേദമായ ആൾ പറഞ്ഞിട്ടുണ്ടോ? അവരെ കൂടെയുള്ളവരല്ല ഞാൻ ചോദിച്ചത്. ഭേദമായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അവരെ കൂടെയുള്ളവർ പറഞ്ഞിട്ട് ഭേദമായ ആളുകൾ എന്നെ വിളിച്ചിട്ട് ഇതൊന്ന് കാണണമെന്ന് പറഞ്ഞ ആളുണ്ട്, അങ്ങനെ ഒക്കെ പറയുന്ന ആളുണ്ട്. അപൂർവം ചില ആളുകൾ ഇതൊക്കെ ഞാനിത് ആഗ്രഹിക്കുന്നില്ല. ഇല്ല, ഒന്ന് ഞാനിങ്ങനെ ചെയ്തതിന് ഒരു ഇതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് എനിക്ക് അത് കേട്ടാൽ ഒരു സംതൃപ്തി. കാരണം ഞാനൊരിക്കൽ ട്രെയിനിൽ വരുമ്പോൾ വടകരയിലെ ഒരു ടീം നിങ്ങളെപ്പോഴും കാണലുണ്ടല്ലോ, എവിടെയാണ് നിങ്ങളെങ്ങനെ, ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരാളെ അഡ്മിറ്റ് ആയിട്ട് ഞാനിങ്ങോട്ട് വരികയാണ്. അപ്പോൾ അന്നേരം പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊരാളുണ്ട്, അയാളെ എപ്പം വിളിച്ചാലും വരും, ഇതിനായിട്ട് നിൽക്കേണ്ടി വന്നാൽ നിൽക്കുകയും ചെയ്യും, പക്ഷേ എന്നാണ് അവർക്ക് വേതനം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അതില്ല, വേതനം അത് എനിക്കില്ല. അന്നേരം എൻ്റെ സീറ്റിലിരിക്കുന്നൊരു പ്രായമുള്ള ഒരാൾ പറഞ്ഞത്, കുട്ടിക്ക് അംഗീകാരം ഉണ്ടാവില്ല, അംഗീകാരം വേതനം വാങ്ങിക്കുന്ന ആൾക്കാണ് അംഗീകാരം ഉണ്ടാവുക, അല്ലാതെ കുട്ടിക്ക് അംഗീകാരം ഉണ്ടാവില്ല. പക്ഷേ ഈ സഹായം ചെയ്ത് അവർ നിങ്ങളെ സഹായിക്കും എന്നുള്ള ധാരണയും കുട്ടിക്ക് വേണ്ട. കുട്ടിയടി മുട്ടില്ല എന്ന് പറഞ്ഞു, മുട്ടുവരില്ല, കുട്ടിക്കടി മുട്ടുവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര അർത്ഥവത്താണെന്ന് പറയുമോ, ഇത് വളരെ വളരെ അർത്ഥവത്തായ കാര്യമാണ് എനിക്ക്. കാരണം ഇന്നുവരെ ഒരു മുട്ടും ഇന്ന് വരെ വന്നിട്ടില്ല. ദാമോട്ടാ, നമ്മൾ ഇത്ര നേരം പറഞ്ഞതേ എല്ലാം സങ്കടകരമായ കാര്യമാണ്. ആളുകൾ ആശുപത്രി കൊണ്ടുപോകുന്നത്, വീണ് പൊട്ടുന്നത്, മരിക്കുന്നത്. പക്ഷെ സന്തോഷകരമായ പല കാര്യങ്ങളും നാട്ടിൽ നടക്കുന്നുണ്ട്. അതിലും ദാമോട്ടൻ്റെ സജീവ സാന്നിധ്യമുണ്ട്. കല്യാണ ചടങ്ങുകൾ, ചില കല്യാണങ്ങൾ നടത്തി കൊടുത്തത് പോലും ദാമോട്ടനാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഗൃഹപ്രവേശം, ഇങ്ങനെ അതെല്ലാം വളരെ ആഹ്ലാദകരമായ സന്ദർഭങ്ങളാണല്ലോ. അങ്ങനെയുള്ള ഇതിൻ്റെ ഒരു അനുഭവങ്ങളൊക്കെ ഒന്ന് ചെറുതായി പങ്കുവെച്ചാൽ. ഞാൻ ഇപ്പോഴാണ് എല്ലാം പണം കൊടുത്തിട്ട് കല്യാണം ഒരു ആളെ ആവശ്യമില്ല, വിളമ്പക്കാരും ഒക്കെ ഇതാവുന്നത്. പക്ഷേ പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് 2-3 ദിവസം മുന്നേ ആ വീട്ടിൽ അതിനെ പ്രധാനത്തിനും പന്തൽ കെട്ടാനും ഒക്കെ പോകുന്ന ഒരു കൂട്ടായ്മയാണ്. അന്ന് കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ വളരെ ഏറ്റവും നല്ല ഒരു ഇതായിട്ടാണ് എനിക്കന്ന് തോന്നിയത്. അത് ആദ്യ അവസാനം വരെ അതിൻ്റെ കൂടി ഉണ്ടാവും. രാത്രി ഉറക്കം ചെയ്യാനും പിറ്റേന്ന് ഭക്ഷണം വിളമ്പാനും ഒക്കെ അത് എനിക്കൊരു ഹരാണ്. ഒരു ഇതൊക്കെ ചെയ്യാൻ വേണ്ടി എനിക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മരണം നടന്നാൽ മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് ആ മരിച്ച് അതിൻ്റെ ദഹനം വരെ പൂർണ്ണമായും, പഴയകാലത്ത് വിറക് മുറിച്ച് കീറി എന്നിട്ടാണ് ഇതാകുക. ഇപ്പം വിറക് കൊണ്ടുവരുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ പണി കുറവാണ്. പക്ഷേ പഴയ കാലത്ത് എല്ലാം ആദ്യം എൻ്റെ അടുത്താണ് വിവരം എത്തുക. കാരണം രാവിലെ ഇത് മുറിച്ച് കീറണം, വിറക് മുറിച്ച് കീറണം. അപ്പോൾ രാവിലെ എൻ്റെ അടുത്താണ് എത്തുക വിവരം. അപ്പോൾ അങ്ങനെ അതൊക്കെ ആദ്യ അവസാനം പൂർണ്ണമായും അതിൽ ലയിച്ച്
പോകുന്ന ഒരാളാണ്. എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോഴും അങ്ങനെയാണ്. ആരും മരിച്ചാലും മറ്റെല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ട് അതിനാണ് മുൻഗണന കൊടുക്കും. നമ്മുടെ IRPCൻ്റെ DED അത് എന്നിട്ട് ഈ ഇതൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ടോ? നമ്മുടെ IRPCൻ്റെ അവിടെ തന്നെ IRPCൻ്റെ അവിടെ ഒരുപാട് ആളുകൾ. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇതെന്ന് വെച്ചാൽ ഞാൻ ഒരാളെ കൂട്ടിപ്പോയപ്പോൾ ഇന്നിപ്പോൾ ഈ സമീപ ദിവസങ്ങളിലൊക്കെ കാണുന്നില്ലേ ഈ ലഹരിയുടെ ഇതൊക്കെ ഈ കൂട്ടായ്മ വീണ്ടും വരുവാണ്. ഈ ഇതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ ഒരു ഇങ്ങനെ മാറി ഈ ലഹരിയിലേക്ക് കുട്ടികൾ യുവാക്കളൊക്കെ പോകുന്ന ആ ഒരു ഇതിനെപ്പറ്റി വർഷങ്ങളുടെ ഒരു അനുഭവം ഉണ്ടല്ലോ. ഇതിപ്പോൾ ഈ ലഹരിയിലേക്ക് ഇവർ വല്ലാതെ പോകുന്നത് നമ്മുടെ ചെറുപ്പക്കാരാണ് പോകുന്നത്. അത് ചെറുപ്പക്കാരെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല. കുട്ടികൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നു. ഇപ്പം നമ്മളിവിടെ പുഴക്കരയിലേക്കെല്ലാം കുട്ടികൾ ഉച്ച സമയത്തും 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ഒക്കെ പെൺകുട്ടികൾ കൂട്ടിയിട്ട് ആൺകുട്ടികൾ ബൈക്കിൽ വരുന്ന ഒരു സമ്പ്രദായം. ഇതൊക്കെ ഈ പഴയ രീതിയിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചു പോയി. ഇപ്പം ഈ മൊബൈൽ മാത്രം. നമ്മുടെ പഴയ കാലത്ത് ഒരു മരിച്ച വീട്ടിൽ പോയാൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുണ്ടാവും. ഇന്ന് ഒരു 25 വയസ്സിന് താഴെയുള്ളവരെ ചെറുപ്പക്കാരെ കാണാനില്ല ഒരു മരിച്ച വീട്ടിൽ. അത്രയും ഇതാണ്. കാരണം ഇതെല്ലാം ലഹരിയിലേക്ക് ഈ ആണ് ആളെ ആകർഷിക്കുന്നത് എന്നുള്ളതാണ്. അതിനെതിരായി നമ്മൾ എന്താ ചെയ്യാൻ എന്നെ കൊണ്ടൊക്കെ കഴിയുന്ന എന്ത് കാരണം വെച്ചാൽ നമ്മൾ ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതാണ് നമ്മൾ വേണ്ടത്. നമ്മൾ അതിൽ എല്ലാ വിഭാഗം ജനങ്ങളും അതിൽ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും ഇല്ലാതെ നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നാളെ ഈ നമ്മുടെ നാടായിട്ട് കേരളമായിട്ട് മാറ്റിയെടുക്കേണ്ടെങ്കിൽ അങ്ങനെ ഒരു വലിയ ഒരു ഇത് ചെയ്യേണ്ടി വരും. അതിന് എല്ലാവരും ശ്രമിക്കണമെന്നും കൂടി പറയാം. ഇനി നമുക്ക് ദാമോട്ടൻ്റെ കുടുംബത്തെ പരിചയപ്പെടാം. നമ്മുടെ ഇത് എൻ്റെ ഭാര്യ പേര് ഓമന. ഇത് എൻ്റെ ഉത്തമൻ്റെ മോനാണ്. പേരെന്താ മോനെ? അമർജിത്ത്. നല്ല പേര്. മൂത്ത മകനാണ് ഉത്തമൻ. ഓൻ കാർഷിക വികസന ബാങ്കിൽ പണിയെടുക്കുന്നുണ്ട്. കാർഷിക വികസന ബാങ്കിൽ ഒരു ജോലി കിട്ടുന്നുണ്ട്. പിന്നെ രണ്ടാമത്തവൻ ഉമേഷ് ഓട്ടോ ടാക്സി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. എവിടെയാണ്? ഇവിടെ തന്നെ മുല്ലക്കുടി തന്നെ വെക്കാം. അത് മറ്റേത് ഓനെ നമുക്ക് വല്ലാതെ കാരണം വെച്ചാൽ ഓൻ ഇതുവരെ കല്യാണം കഴിച്ചില്ല. ഓനളേ മോനാണ്. എന്ത് ചെയ്യുന്നത്? ഓൻ ടൈൽസിൻ്റെ പണിയെടുക്കുന്നു. ദാമോട്ടൻ 1968 തുടങ്ങിയ പ്രവർത്തനമാണ് ഇതെന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ചത് 75. അപ്പോൾ ഇപ്പോൾ 56 വർഷത്തോളമായി ഇങ്ങനെ ഈ ഒരു പ്രവർത്തനം നടത്തുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനം. എന്താണ് ചുരുക്കി പറഞ്ഞാൽ ഒരു അഭിപ്രായം? നമുക്കങ്ങനെ എതിർപ്പൊന്നുമില്ല രോഗികളെ കൊണ്ടുപോകുന്നതിന് എന്നല്ല. പക്ഷെ ഇന്ന് പോകും, രാവിലെ പോകുമ്പം പറയും ചോറ്റിനെല്ലാം വരും എന്നാ പറയാ. വരും പറയും, പിന്നെ ഇവിടെ വരൂല. പിന്നെ വിളിച്ചാൽ പറയും ഇന്നടുത്തല്ലേ ആസ്പത്രിയില്. അല്ല, ഒരു കാലത്ത് ആദ്യകാലത്ത് ഫോണൊന്നും ഇല്ലല്ലോ പറയാൻ. പോയി കഴിഞ്ഞാല് ഇപ്പൊ മൊബൈലെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കുകയും ചെയ്യാം. അന്നേരം പിന്നെ നമ്മൾ വിളിച്ച് അങ്ങനെ പറയലൊന്നുമില്ല, അറിയില്ല. പക്ഷെ അറിയാലോ അല്ലെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണെന്ന് അറിയാലോ. അവന് ഈ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഈ ദാമോട്ടനെ പറ്റി ആളുകൾ പറയുന്ന സ്വാഭാവികമായിട്ടും കേൾക്കുമല്ലോ. ഇപ്പം എന്തെങ്കിലും ഒരു നാട്ടിലെന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ദാമോട്ടൻ്റെ അടുത്ത് ആശുപത്രിയിൽ പോയി എന്നൊക്കെ, അല്ലെങ്കിൽ ദാമോട്ടൻ ഉണ്ടായത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതെ, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അന്നേരം സന്തോഷം തന്നെ തോന്നുന്നത്. സന്തോഷം പറയാം. ഇവര് കാരണം ഇങ്ങനെ ആളുകളെ രക്ഷപ്പെട്ടല്ലോ, സന്തോഷം. പിന്നെ മരിച്ചെടുത്തു, അങ്ങനെയെല്ലാം സഹായത്തിന്. ആദ്യം നമ്മൾ ഇവിടെ അറിയാം, എവിടെയെങ്കിലും മരിച്ചാലല്ലോ. ആദ്യം ഇവിടെ വിവരം വരും. നമസ്കാരം. നേരത്തെ ഉമേഷ് ഓട്ടോ ടാക്സി എടുക്കുന്ന മുല്ലക്കുടി തന്നെ. ഈ അച്ഛൻ്റെ ഈ പ്രവർത്തനത്തെ പറ്റി അമ്മയോട് ചോദിച്ചപ്പോൾ വളരെ സന്തോഷം, നമ്മൾക്ക് ഒന്നും ബുദ്ധി പ്രശ്നങ്ങളൊന്നും ഇല്ല, സപ്പോർട്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ചെറുപ്പമാണല്ലോ, നിങ്ങളോടായിരിക്കുമല്ലോ ഈ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ പറയാം അച്ഛൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ളത്. എന്താണ് തോന്നുന്നത് ഇത്രയും ഈ വർഷമായിട്ട് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും? ഇപ്പോൾ ഇത് ചെറിയ ഒറ്റവാക്ക് പറയുമ്പോൾ ഇതിനെ കൊണ്ടുള്ള അച്ഛനെ കൊണ്ടുള്ള ആകെയുള്ള സമ്പാദ്യം പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ നല്ലത് പറയുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം. അപ്പോൾ
നമ്മുടെ ചെറുപ്പകാലത്ത് ആ അച്ഛനെ കാണാറില്ല ചില ദിവസങ്ങളിൽ, കുറേ അടുപ്പിച്ച് കാണാറില്ല. അപ്പോൾ അന്നേരം പറയാം ഈ മംഗലാപുരം, അന്നേരം നമ്മളത്ര ഇതായിട്ടില്ല. അപ്പോൾ മംഗലാപുരം ഇന്ന് രാവിലെ ഒരാളെ കൂട്ടിപ്പോയി, അപ്പോൾ ചിലപ്പോൾ അത് രാത്രിയേ വരിക. അപ്പോൾ പുലച്ചക്ക് തന്നെ വീണ്ടും വേറൊരാളെ കൂട്ടിപ്പോകും. അങ്ങനെ ഒരു 3 ദിവസം 4 ദിവസമൊക്കെ അടുപ്പിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ സ്കൂളിൽ പോകും, വൈകുന്നേരം കാണൂല. കുറേ ദിവസം ഒരാഴ്ചയിലും മേലെല്ലാം കാണുന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും തിരക്കായിരുന്നു. ആ സമയത്ത് പിന്നെ ഇതൊന്നും അറിയില്ലല്ലോ, ഇങ്ങനെ ഇതിനാണെന്നൊക്കെ അറിയാം. അന്നേരം കാണാത്തതിന്റെ ഒരു അത് ചെറിയ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ പോയതാണ് അത്ര ആ ഒരു ലെവലിൽ അത്ര. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ നാട്ടിൽ എന്ത് കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ അച്ഛൻ്റെ ഒരു പ്രസൻസ് കുറച്ചുകൂടി നിങ്ങൾ വലുതായപ്പോഴാണ് മനസ്സിലായത്. അച്ഛനുണ്ടാവും. അങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ബോഡി എടുത്ത് ദഹിപ്പിക്കുന്നവരെ അച്ഛൻ അവൻ്റെ മുൻപന്തിയിലുണ്ടാവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വലുതായപ്പോൾ പിന്നെ നമ്മളും അത് ആ പാതയിലേക്ക് ഞാനടക്കം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ബോഡി എടുക്കാനും എല്ലാവരും സഹായിക്കും. അപ്പോൾ അച്ഛൻ്റെ ഇത് കണ്ടുകൊണ്ടോ. അതിപ്പോൾ ജാതി ഭേദമന്യേ ഇപ്പോൾ നാട്ടിൽ എന്ത് സംഭവിച്ചാലും ആദ്യം അച്ഛനാണ് വിളിക്കുക. ഇപ്പോൾ നാട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം വിളിച്ചു വരുന്ന അച്ഛനാണ്. അച്ഛനോട് പോയിട്ടാണ് പിന്നെ ഡോക്ടറെടുക്കെ അറിയിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സ്വീകാര്യത നാട്ടിലുണ്ട് ജനങ്ങളുടെ ഇടയിൽ. അപ്പോൾ ഈ രംഗത്ത് അച്ഛന് കിട്ടിയ ആ ഒരു സ്വീകാര്യത, ജനങ്ങളുടെ ഇടയിൽ കിട്ടുന്ന ആ ഒരു സ്വീകാര്യത മറ്റാളുകളൊക്കെ നമ്മളോടത് പറയുമ്പോൾ എനിക്കടക്കം അത് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജമായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു നേട്ടം, ഒരു അഭിമാനം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിട്ട്. പേര് ഉദയകുമാർ. ദാമോട്ടൻ്റെ മൂന്നാമത്തെ. എന്താ ചെയ്യുന്നത്? ഞാൻ ടൈൽസിൻ്റെ പണിയാണ്. നാട്ടിൽ തന്നെ. ടൈൽസിൻ്റെ പണീൻ്റെ സമയത്ത് ഈ നാട് വിട്ടിട്ടും പോകുന്നുണ്ടല്ലോ. ദാമോട്ടൻ്റെ ആ ഒരു പേരും കാര്യങ്ങളെല്ലാം കൂട്ടത്തിലുള്ളവരൊക്കെ അവിടെ നിന്ന് പറയാറുണ്ടോ? എന്താണ് പണി സ്ഥലത്തെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛനെ പറ്റി. അച്ഛൻ്റെ പഴയ ഇതെല്ലാം പ്രവർത്തനം കാര്യങ്ങളും പറയുമ്പോൾ നമുക്കൊരു വലിയ അഭിമാനമാണ്. കാരണം നമ്മളെ ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ ആട്ടം പറഞ്ഞ പോലെ തന്നെയാണ്. മറ്റേ ഇത് കുറേ നാൾ കാണാണ്ടുണ്ടാവും. കാരണം രാവിലെ നമ്മൾ 7 മണിക്ക് എണീക്കുന്ന സമയത്ത് അച്ഛനുണ്ടാവില്ല. അതുപോലെ രാത്രി പിന്നെ 11 മണി 12 മണിക്കെല്ലാം വീട്ടിലെത്തുക. ചിലപ്പോൾ 2-3 ദിവസം ഉണ്ടാവില്ല, ചില സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇല്ലെങ്കിൽ അന്ന് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ഉച്ചയോളം അത് പിന്നെ അങ്ങ് ആശുപത്രി പോയതാന്ന് എന്ന് അമ്മ പറഞ്ഞു തരും. ഇങ്ങനെ ആശുപത്രി പോയിട്ടുണ്ട്, മണിപ്പാൽ പോയിട്ടുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ട് വരില്ല നിന്റെ. ഈ അച്ഛൻ്റെ ഈ ഒരു ഇതിൽ നിന്ന് ഒരു പ്രചോദനം കിട്ടിയിട്ട് ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഇടപെടാറുണ്ടോ? എല്ലായിടത്തും പോകാനുണ്ട്. ഇപ്പൊ എവിടെയെങ്കിലും പോയാലേ ഇത് നമ്മളെ പരിപാടി ദാമോട്ടൻ്റെ മോനല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിഗണന എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന സമയത്ത്? ഇല്ല, ഇങ്ങനെ പിന്നെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആള് പിന്നെ അച്ഛൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഇതായിട്ട് നമ്മളോട് പെരുമാറുന്നത് അതിലൊരു മാറ്റമുണ്ട്. മാറ്റമുണ്ട്. പിന്നെ അച്ഛൻ്റെ പേര് ഉപയോഗിച്ചിട്ട് നമ്മൾ പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അതല്ല ഞാൻ ചോദിച്ചത്, ഇപ്പൊ പറഞ്ഞു തന്നെ അച്ഛന്റെ പേര് പറയുമ്പോ ഇന്നാളെ മകനാണ് എന്ന് പറയുമ്പോ അവരിൽ ഉണ്ടാകുന്ന ഒരു പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന നല്ല മാറ്റം, നമ്മളോട് നല്ല സ്വീകാര്യതയാണ്. അച്ഛൻ്റെ പേര് പറഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും അറിയാതെ ആൾക്കാരുണ്ടാവില്ല. ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇതിനിടയ്ക്ക് അഞ്ചരക്കണ്ടി പണിക്ക് പോയിനു. നമുക്കൊരു പരിചയമില്ല, നമ്മൾ നാട്ടിലൊരു പരിചയക്കാരൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പം അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് പിന്നെ അടിയിലെ ഒരു ലോക്കൽ കമ്മിറ്റി നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. നമ്മൾ ഇങ്ങനെ പിന്നെ പരിപാടി കൊണ്ടുപോകണം. അന്നേരം അവർക്ക് പോലും ആടിയിലെ അഞ്ചരക്കണ്ടിയിലെ ആൾക്കാർ പോലും അറിയുന്നത്. നിങ്ങളിപ്പോ പരിചയപ്പെടുത്തുമ്പോൾ പരിപാടി ദാമോട്ടൻ തന്നെയല്ലേ പറയാ? പറയും. എന്നാലേ പെട്ടെന്ന് മനസ്സിലാവും, രജിസ്റ്റർ ചെയ്യപ്പെടില്ല പേര്. പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അതെ ജനകീയമായി തോന്നും, ബ്രാൻഡ് ചെയ്യപ്പെട്ടു ആ പേര്. നാട്ടകത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാട്ടുനന്മയുടെ നല്ല വർത്തമാനങ്ങളുമായി വീണ്ടും കാണാം. നിങ്ങളുടെ നാട്ടിലെ ഇതുപോലെയുള്ള വിശേഷങ്ങൾ നാട്ടകത്തിൽ ഉൾപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.